ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അളിയൻസ് ആൻഡ് നാത്തൂൺസ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബേബി കെയർ എസെൻഷ്യൽസിനെ കുറിച്ചിട്ടും പിന്നെ എൻ്റെ പോസ്റ്റ്പാർട്ടം ജേർണി കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും പരിചയപ്പെടുത്താനാണ് കേട്ടോ വന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇത് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയും. മാനുവലും ഉണ്ട്, ഇലക്ട്രിക്കലും ഉണ്ട്. ഇലക്ട്രിക്കലിന് കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് മാനുവലാണ് കേട്ടോ. അപ്പോൾ എന്താ അതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3 യൂസസാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഈ ഒരു പാർട്ട് ബ്രസ്റ്റിൽ അറ്റാച്ച് ചെയ്യുക, ജസ്റ്റ് പമ്പ് ചെയ്യുക. അപ്പോൾ മിൽക്ക് ഇതിൽ അക്യുമുലേറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഫസ്റ്റ് ഒരു 3-4 ദിവസത്തേക്ക് കുട്ടികൾക്ക് സക്ക് ചെയ്യാനൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ ഭയങ്കര കുറവുമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. മിൽക്ക് പ്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് ബ്രസ്റ്റിൽ മിൽക്ക് ഫുള്ളാവുന്നൊരു സമയം ഉണ്ടാവും, കല്ലയ്ക്കുക എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മളത് കൈകൊണ്ട് പീച്ച് കളയാറാണ് പതിവ്. അതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്, പിന്നെ ടൈം കൺസ്യൂമിങ്ങുമാണ്. അത് നമുക്കിതിലൂടെ മിനിമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ടും ടൈം കൺസപ്ഷനും കുറയ്ക്കാൻ പറ്റും, പെയിനും കുറയ്ക്കാൻ പറ്റും. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മളിപ്പോൾ ബോട്ടിലിൽ ബ്രസ്റ്റ് മിൽക്ക് ആക്കാൻ കുറേ സമയം എടുക്കും, പിന്നെ ക്വാണ്ടിറ്റിയും കുറച്ചേ കിട്ടുള്ളൂ. അതും ഇതിലൂടെ നമുക്ക് പരിഹരിക്കാം. സ്റ്റെറിലൈസ് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. നമ്മൾ നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ബോയിൽ ചെയ്യണേക്കാളും നല്ലത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണതാണ്. ഇല്ലെങ്കിൽ സ്റ്റെറിലൈസർ കിട്ടും, അത് യൂസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിപ്പിൾ ഷീൽഡ്. നമ്മുടെ നിപ്പിളിൽ ക്രാക്കൊക്കെ വരുമല്ലോ. അപ്പോൾ കുട്ടികൾ കടിക്കും, പല്ല് വരാൻ തുടങ്ങുമ്പോൾ കടിക്കും, ബ്ലീഡിങ് ഒക്കെ വരും. അപ്പോൾ അത് ഭയങ്കര പെയിനാണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യൂലേ. ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത്. തുറന്ന് കാണിച്ചു തരാം. ഇതാണ് സിലിക്കോണിൻ്റെ ഒരു തിന്നായിട്ടുള്ള ഒരു നിപ്പിൾ പോലത്തെ സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾക്ക് ജസ്റ്റ് അതിൽ നിപ്പിളിൽ വെച്ച് കൊടുക്കുക വേണ്ടുള്ളൂ. കുട്ടികളായിരുന്നു നന്നായിട്ട് സക്ക് ചെയ്ത് കുടിച്ചോളൂ. പിന്നെ ചിലവർക്ക് ഉണ്ടാവുമല്ലോ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള നിപ്പിളുള്ളവർക്ക്, കുട്ടികൾക്ക് അത് കുടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബോട്ടിൽ നിന്ന് ചില കുട്ടികൾ ബോട്ടിൽ നിന്ന് ബ്രസ്റ്റ് ഫീഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണവരുണ്ടാവും. അവർക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ പ്രോസസ്സ് സ്പീഡ് ചെയ്യാം. അതും സ്റ്റെറിലൈസ് ചെയ്യാൻ ഓരോ യൂസ് കഴിഞ്ഞാലും സ്റ്റെറിലൈസ് ചെയ്യാൻ മറക്കരുത്. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോമുലൊക്കെ കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് ഇതുപോലത്തെ സ്റ്റെയിൻലെസ് ആയിട്ടുള്ള ബോട്ടിലാണ്. നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ ലിറ്റുണ്ട്. കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ലിറ്റും യൂസ് ചെയ്യാം. അപ്പോൾ മിൽക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ നല്ലൊരു ബോട്ടിലാണിത്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. ഇത് ബേബി ഹഗിൻ്റെയാണ്. 500 രൂപയുടെ അടുത്ത് വിലയുണ്ട്. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ, പ്ലാസ്റ്റിക് ബോട്ടിലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഇത് കാണിച്ചു തന്നെ. 500 രൂപയുടെ അടുത്താണ്. പിന്നെ ഈ ലിഡ് വെച്ചിട്ടും ഇത് അടയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബേബി കെയർ കിറ്റ്. ഇതിൽ നെയിൽ ക്ലിപ്പർ, ഹെയർ ബ്രഷ്, കോംബ്, സിസേഴ്സ്, ട്വീസർ, ഡിജിറ്റൽ തെർമോമീറ്റർ, നെയിൽ ഫയൽ, ആസ്പിറേറ്റർ, സിലിക്കോൺ മെഡിസിൻ ഡിസ്പെൻസർ, സിലിക്കോൺ ഫിംഗർ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ഇതിലുണ്ട്. ഞാനിത് ഫസ്റ്റ് ക്രൈ എന്നാണ് വാങ്ങിച്ചത്. ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഒന്നും കൂടെ ഡിസ്കൗണ്ടും ഓഫേഴ്സൊക്കെ ഉണ്ട് തോന്നുന്നു. ഫസ്റ്റ് ക്രൈ എന്ന് വാങ്ങിച്ചപ്പോൾ ഇതിന് 725 രൂപയായി. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ അതിനേക്കാളും കുറവാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കുട്ടികൾക്ക്. സോ നെക്സ്റ്റ് വണ്ണാണ് ഹൈ കോൺട്രാസ്റ്റ് ഫ്ലാഷ് കാർഡ്സ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ അത്ര ക്ലിയർ വിഷൻ ആയിരിക്കില്ല. അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സൊക്കെ അതാണ് പറയണത്. അപ്പോൾ ഇത് കുറച്ച് കാർഡ്സാണ്. അവരുടെ വിഷ്വൽ സ്റ്റിമുലേഷൻസിനെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യണ കുറച്ച് കാർഡ്സാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 220 കാർഡ്സ് ഉണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടി പെട്ടെന്ന് ഇതിലേക്ക് നോക്കുന്നു, ശ്രദ്ധ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കാർഡ്സാണ്. 20 എണ്ണം
ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വിഷ്വൽ സ്റ്റിമുലേഷനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. സോ പിന്നെ ഞാൻ സെബാമെഡിൻ്റെ പ്രോഡക്റ്റ്സാണ് കേട്ടോ കുട്ടിക്ക് യൂസ് ചെയ്യാറ്. ബോഡി ലോഷനും ബോഡി വാഷും പൗഡറൊക്കെ. പൗഡർ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം അതിൻ്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് ചെന്നാൽ കുട്ടികൾക്ക് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ സോപ്പിനേക്കാളും എനിക്ക് ബോഡി വാഷാണ് ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നി, ഇൻഫെക്ഷൻസ് എന്നൊക്കെ തടയാൻ. കാരണം നമ്മൾ സോപ്പൊക്കെ ഓപ്പണാക്കി വെക്കുമല്ലോ ഇടയ്ക്ക്. അപ്പോൾ ഇതാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ആറ്റോഗ്ല. നല്ലതാണ് കുട്ടിക്ക് ഡ്രൈനെസ് നിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നന്നായിട്ട് വയ്ക്കും. ഞാൻ ഇതും ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്രസ്റ്റ് പാഡ്. ഇത് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഷോളില്ലാത്തൊക്കെ ഡ്രസ്സാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലീക്ക് പുറത്തേക്ക് വരില്ലേ മിൽക്ക്. അപ്പോൾ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ബ്രസ്റ്റ് പാഡ്. ഇത് 6 ഉണ്ട്, 36 ഒക്കെ ഉണ്ട്. ഞാൻ 6 മീൻസ് 3 സെറ്റ്. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് സംഭവം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രൈ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഞാൻ ഫസ്റ്റ് ക്രൈയിലാണ് വാങ്ങിച്ചത്. ഭയങ്കര യൂസ്ഫുള്ളാണ്, കാരണം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഷോളില്ലാത്ത ഡ്രസ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ തന്നെ വേണം. ഇല്ലെങ്കിൽ ഞാനൊരു വട്ടം പുറത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ലീക്കായിട്ട് പിന്നെ കുട്ടികളുടെ ഡർക്കിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതറിയാത്തവരുണ്ടാവുമായിരിക്കും. പോസ്റ്റ്പാർട്ടം പീരീഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതാണ് കേട്ടോ ഈ നഴ്സിംഗ് പില്ലോ അല്ലെങ്കിൽ ഫീഡിങ് പില്ലോ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇവിടെ അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് കുട്ടീനെ അതിൻ്റെ മുകളിൽ കിടത്തിയിട്ട് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് കഴുത്ത് വേദന, ഷോൾഡർ പെയിന്, ബാക്ക് പെയിന്, നമ്മുടെ കൈയിൻ്റെ കടച്ചിൽ ഒക്കെ കുറയ്ക്കാൻ പറ്റും. നന്നായിട്ട് കംഫർട്ടായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൽ. കാരണം സ്ട്രെസ് ഫ്രീ ആയിട്ട് സുഖമായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ വായയും മൂക്കൊക്കെ അടയാതെ നോക്കണം. കാരണം കുട്ടികൾ ചിലപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോവല്ലോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ അടയാതെ നോക്കുക മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ബ്രസ്റ്റ് പമ്പിൻ്റെ ഒരു യൂസ് പറയാൻ ഞാൻ വിട്ടുപോയി. നമുക്ക് ഓവർഫ്ലോ ഉള്ള സമയം ഉണ്ടാവും അല്ലേ, ബ്രസ്റ്റിൽ മിൽക്ക് ഫുള്ളായിരിക്കുന്ന സമയത്ത് ഓവർഫ്ലോ ഉണ്ടാവും. കുട്ടികൾക്കത് കൺട്രോൾ ചെയ്ത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് കുറച്ച് പമ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൺട്രോൾ ചെയ്ത് കുടിക്കാനും സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു യൂസാണ്. പിന്നെ ഞാൻ ക്യൂട്ടായിട്ടൊരു സംഭവം കാണിച്ചു തരാം. ഇത് അമ്മ കുഞ്ഞാവയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വാങ്ങിച്ച പാത്രമാണ്. അമ്മയ്ക്കൊരു പൂതി ഇത് വാങ്ങിക്കുക. നമ്മൾക്ക് അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പാത്രങ്ങൾ കൊണ്ടുപോകുന്ന ചടങ്ങൊന്നുമില്ല കേട്ടോ. ഇത് അമ്മയ്ക്കൊരു പൂതി ഉള്ളതുകൊണ്ട് വാങ്ങിച്ച് തന്നതാണ്. ക്യൂട്ടായതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു ഓട്ടൂരിയാണ്. ഫുഡ് വെക്കാനുള്ള പാത്രമാണ്. പിന്നെ ഉണ്ടാക്കാനുള്ള സ്പൂണ്, കൊടുക്കാനുള്ള സ്പൂണ്, വെള്ളം കൊടുക്കാനുള്ള ഗ്ലാസ്, കൊടുക്കാനുള്ള പാത്രം. ഇത് അമ്മ വാങ്ങിച്ചു തന്നത് കേട്ടോ. ക്യൂട്ടായതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.